ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. ഇതേ കസേരയും മേശയും കട്ടിലും ഒക്കെ പോളിഷ് ചെയ്യത്തില്ല, അതുമാതിരി ഇന്ന് സൂപ്പ് പോളിഷ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സൂപ്പിൻ്റെ മോഹം. അപ്പോൾ അടിപൊളി കിടക്കാച്ച റിസൾട്ടാണ്. ഈ പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കാണാൻ അതിൻ്റെ റിസൾട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ സാധനങ്ങളും കണ്ട് കേട്ട് നിങ്ങൾ പേടിച്ചോടരുത്. അവിടെ ഇരുന്നോണം, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പോളിഷിങ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3-4-5 കൂട്ടം സാധനങ്ങളുണ്ട്. സാധനം നിങ്ങൾ വിചാരിക്കുമോ 5-6 കൂട്ടം സാധനങ്ങളും കൊണ്ട് ഇവിടെ എന്തൊരു പോളിഷിങ് ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പം നോക്കിക്കോണം എന്തൊക്കെ സാധനങ്ങളാണ്. ആദ്യം നമ്മുടെ കടലമാവ് കുട്ടനെ എടുക്കും. രണ്ടാമത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട്. മൂന്നാമത് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. നാലാമത് തക്കാളിക്കൊട്ടനെ വേണം. അഞ്ചാമത് നാരങ്ങ കേട്ടോ. അപ്പോൾ ഇവരെ ഞാൻ സത്യം പറഞ്ഞാൽ എത്ര പേരെ എടുത്തിട്ടുണ്ടെന്ന് ഞാനിവിടെ നോക്കിയില്ല കേട്ടോ. 2, 4, 6 പേരെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ. നിങ്ങൾ പറ, പേടിച്ചോടി എല്ലാവരും. പേടിച്ചോടിയൊന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പോളിഷ് ചെയ്യാം കേട്ടോ. അടിപൊളി കിടക്കാച്ചിയാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പോളിഷൊക്കെ ചെയ്യണം കേട്ടോ. ഇതേ നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ കസേര മേശയൊക്കെ പോളിഷ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇരിക്കരുത്. ഇത് വല്ലപ്പോഴും ഒക്കെ പോളിഷ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പന്നലായി പോകും. ഇത്രയൊക്കെ ആക്കിയ പാട് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. അവിടെ എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കടലമാവ്, ഇങ്ങനെ ഇന്നലത്തെ ഇതിനകത്ത് നിങ്ങളാരും കണ്ടില്ലല്ലേ. പിന്നെ എന്താ ഞാൻ മിക്സ് ചെയ്യുന്നതൊന്നും കാണാതെ എന്തോ പറയാനാ. ക്യാമറ താഴോട്ടും ആയിരുന്നു, ഇന്നലെ മേളോട്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മിക്സ് ചെയ്യുന്നതൊന്നും നിങ്ങൾ കണ്ടില്ല. ഇന്ന് അങ്ങനെ വരരുത്. നോക്കി കണ്ടുമൊക്കെ നമുക്ക് വീഡിയോ ഇട്ടില്ല. നാണക്കേടല്ലേ, എല്ലാവരും നാണക്കേടായി. ആവി കൊണ്ടിരിക്കാനും വയ്യ. അപ്പോഴും നമുക്ക് കടലമാവൊക്കെ ഇടാം. ഇതേ കടലമാവ് 1 സ്പൂണ് ആവശ്യത്തിന് എടുക്കാം. ഒത്തിരി ഒന്നും എടുക്കണ്ട കേട്ടോ. നമ്മുടെ സീറ്റ വിട്ട് ഇത്തിരി കഴിയുമ്പോഴത്തേനും ഭയങ്കര വെയിലാണ് കേട്ടോ. എനിക്ക് രാവിലെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര വെയിലാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഒരു പിഞ്ചെന്നൊക്കെ പറയത്തില്ലേ, ഞാൻ ഒരുപാട് ഇടത്തില്ല. എന്തോ ആണെങ്കിലും ഒരുപാട് ഇടത്തില്ല, ഞാൻ കുറച്ചേ ഇടത്തുള്ളൂ. ഒരു പിഞ്ച് കേട്ടോ. സ്പൂണൊന്നും നോക്കരുത്. സ്പൂൺ ഇച്ചിരി വളവും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് കളറൊക്കെ വെക്കണ്ടേ മുഖത്ത്. അടച്ചൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോഴേ കാറ്റ് കയറിയാൽ. അപ്പോഴിനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണേ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുട്ടനെ ചേർക്കാം. പിന്നെ ദേ സാമ്പാറിനകത്ത് ഈ തക്കാളി ഞാൻ ഇടാൻ സമ്മതിച്ചില്ല. നമ്മുടെ അമ്മമാരോട് പറഞ്ഞു ഇന്ന് എനിക്ക് വേണം, ഇത് ഞാൻ തരത്തില്ലെന്ന്. അപ്പോൾ ഇവനെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇവൻ്റെ കുറച്ച് ചാറ് വേണം. ദേ കണ്ടോ, ചാടിപ്പോയി. കുറച്ച് നീര് വേണം. ഇതേ നമ്മുടെ തക്കാളിക്കുട്ടൻ്റെ കുറച്ച് നീര്. പാത്തിരിക്കുക, ഈ തൂണിൻ്റെ മറവിലിരുന്ന് ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഭയങ്കര വെയിലാണ്. കുറച്ച് നാരങ്ങ നീര്. ഇനിയാണ് നമുക്കെന്താ നമ്മുടെ തൈര് കുട്ടനെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു സൂപ്പ് എടുക്കട്ടെ, തൈര് എടുക്കട്ടെ. ഭയങ്കര നമ്മൾ ഉറ മുട്ടിയാൽ എന്തോ ചെയ്യും, നമ്മുടെ പാലൊഴിക്കുന്ന ഉറ അങ്ങ് തീർന്നു പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഇതേ ഉള്ളു ശരണം. ഇനി തെണ്ടാൻ നടക്കണം. ഇച്ചിരി ഉറതാ എന്നല്ലേ നമുക്ക് നല്ല തൈര് എടുക്കാനൊക്കെ. എൻ്റെ അത് തീർന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇതാണ് എടുക്കുന്നത് നമ്മുടെ ഇതിന്. അപ്പോഴും ആവശ്യത്തിന് നമുക്ക് കട്ട തൈര് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആവശ്യത്തിന് എടുത്തോണം കേട്ടോ. അരിപ്പിയാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ആവശ്യത്തിന് എടുത്തു.
എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതേ നമ്മുടെ മേശയും കസേരയൊക്കെ തിളങ്ങത്തില്ലേ പോളിഷൊക്കെ ചെയ്യുമ്പോൾ, അതുമാതിരി തിളങ്ങണം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. ചേട്ടാ എന്തോ ചെയ്യണം, നമ്മുടെ മുഖമൊക്കെ കൈയിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഇപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്നല്ലേ. ഇതിൻ്റെ അകത്ത് പഴംപൊരി നമുക്ക് ചെയ്തെടുക്കാം അല്ലേ. നമ്മൾ നൈറ്റിക്ക് ചേരുന്ന മാച്ച് ചെയ്യുന്ന വളയൊക്കെ ഇട്ടുകൊണ്ടാണ് സൂപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേ നമുക്ക് വെയിൽ സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വന്ന് പോളിഷ് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ കോട്ട് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഡൈയൊക്കെ എല്ലാവരും അടിച്ചെന്ന് വിശ്വസിക്കുന്നു. ആർക്കറിയാം. പിന്നെ പറയരുത് ചേച്ചി ഇത് കറുത്തില്ല വെളുത്തില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. ഈ സംഭവങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യണം. ഏത് തന്നെയാണെങ്കിലും ഈ പോളിഷിങ് പോളിഷിങ്ങൊക്കെ നമുക്ക് പോളിഷ് ചെയ്യുന്നത് ആഴ്ചയിലോ മാസത്തിലൊക്കെ ചെയ്താൽ മതി. എന്നൊന്നും പോളിഷൊന്നും ചെയ്യേണ്ട, അത് അത്ര ശരിയല്ല കേട്ടോ. പിന്നെ മുഖത്ത് എന്നൊന്നും നമ്മൾ വാരി തേക്കേണ്ട. ഞാനിങ്ങനെ എന്നും വീഡിയോ ഇടുന്നെന്നും പറഞ്ഞേ എന്നും ഇട്ടുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. നമ്മളെന്താ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നതല്ലേ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഇവളെന്നും അവിടെ പുറ്റിയടിയാണെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന വീഡിയോകൾ ഇട്ട് പോകുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ എന്നൊന്നും മുഖത്തൊന്നും ഇടുന്നില്ല. നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 30 മിനിറ്റ് കേട്ടോ. ഇതൊരു 30 മിനിറ്റ്. മറ്റേതൊക്കെ നമ്മളൊരു 15 മിനിറ്റൊക്കെ അല്ലേ നമ്മൾ നിൽക്കത്തുള്ളൂ. നമുക്കൊരു 30 മിനിറ്റ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഡ്രസ്സിലായി കഴിഞ്ഞാൽ ഞാനിവിടെ ഇതൊക്കെ സെറ്റായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോഴെപ്പോഴും തൂക്കം ഈ മഞ്ഞൾ ആകെ കുഴപ്പം കേട്ടോ. മഞ്ഞൾ കുട്ടൻ ഇവിടെ കാണാൻ വീണ് കഴിഞ്ഞാൽ വെള്ളയല്ലേ. ഞാനതുകൊണ്ട് ഈ വെള്ള അങ്ങ് ജോലി ചെയ്യുന്ന സമയത്ത് വെള്ളം ഇടത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വെറുതെ രാത്രിയിലൊക്കെ കുളിച്ചിട്ടൊക്കെ ഇടാം നമുക്ക് ഈ വെള്ളം. അല്ലെങ്കിൽ എൻ്റെ അപ്പി പോവും എപ്പോൾ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഇതൊക്കെ ഇടുമ്പോൾ നിങ്ങൾ പഴയതൊക്കെ ഇട്ടു കേട്ടോ. ഒരു സ്പൂൺ മതി കേട്ടോ. അത് തന്നെ ഒതുക്കുവാണ് എല്ലാം കൂടെ ആകുമ്പം. അപ്പോൾ ചെയ്ത് നോക്കണം ഇതൊക്കെ കേട്ടോ. വെറുതെ ഇരിക്കാതെ കുശുമ്പൊന്നും പറയാതെ അവൾക്ക് വേറെ ഒരു തൊഴിലില്ലെന്നൊന്നും പറയാതെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ഇത്രേ സൗന്ദര്യം വരുമോ നമ്മളിങ്ങനെയൊക്കെ ചെയ്താലും. നമ്മൾ തന്നെ സ്വയം ഞാനും പണ്ട് നമുക്ക് യൂട്യൂബൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചിമാരൊക്കെ എൻ്റെ ദൈവമേ ഇത്രയും കണ്ട് ഇങ്ങനെ കട്ടിലേ കിടന്ന് ഇത് തന്നെ എനിക്ക് പണിയായിരുന്നു. ചേട്ടാ നമ്മളിതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ നമുക്ക് ഇതിൻ്റെ കൂട്ടൻസ് മനസ്സിലായത്. ചേച്ചിമാരൊക്കെ തിളങ്ങിയതിന് കാരണം ഇതേമാതിരി എന്നും വാരി തൂത്തത് കൊണ്ടാണെന്ന്. അപ്പോഴെന്ത് ചെയ്തു, നമ്മളും അങ്ങോട്ട് തുടങ്ങി. പിന്നല്ല ഇത് ഷോർട്ടിനകത്തിട്ടതുപോലെ മുഖം വെളുത്തില്ലേലും കുടുംബം വെളുക്കും അല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ വെളുപ്പിക്കത്തൊന്നുമില്ല. നമ്മളതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തിട്ടുള്ളല്ലേ. സത്യമല്ലേ, ഞാൻ സത്യമാണ് പറയുന്നതല്ല. നമ്മളെല്ലാം നോക്കിയും കണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പാർലറിലൊന്നും പോകണ്ട. അതേ ഈ സൂപ്പ് കാണിച്ച ഇത്രയും സംഭവങ്ങളും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മുഖമൊക്കെ അങ്ങോട്ട് പോളിഷ് ചെയ്തു. എന്നിട്ട് നാളെ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം സൂപ്പേ നിൻ്റെ പോളിഷ് അടിപൊളിയായിരുന്നു. അതേ എൻ്റെ ചേട്ടൻ വന്ന് എന്നെ തിരിച്ചറിഞ്ഞില്ല. രാവിലെ പോയ ചേട്ടൻ രാത്രി വന്നപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നെന്ന് എന്നോട് വിളിച്ച് പറയൂ. ഇവിടുത്തെ ചേട്ടൻ പോയി ഇനിയിപ്പോൾ രാത്രി
എന്നെ കണ്ട് തിരിച്ചറിയോ എന്തോ, എനിക്കറിയത്തില്ല ദൈവമേ. അല്ലേ, അത് തിരിച്ചറിയും കേട്ടോ. അത് ഏത് ഇരുട്ടത്തും എന്നെ തിരിച്ചറിയാനുള്ള ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ക്ലൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നെ തിരിച്ചറിയും, അല്ലെങ്കിൽ അറിയാം അല്ലേ. അപ്പോഴും വാചകമൊക്കെ പറഞ്ഞ് നമ്മുടെ സംഭവങ്ങളെല്ലാം വാരി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയത്തില്ല, അവിടെ മേലിലൊരാൾ നിൽക്കുന്നു. കുഴപ്പമില്ല, എന്നെ കണ്ടു കാണത്തില്ല, ഞാൻ തൂണിന് മറഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ തുടച്ച് മാറ്റണം. അന്നേരത്തേക്ക് ഇവിടുത്തെ വെയിലൊക്കെ പോകും കേട്ടോ. കടകൾക്കാരുടെ കൂട്ടുണ്ട്. എൻ്റെ നൈറ്റ് ഫുള്ള് മഞ്ഞയാണ് കേട്ടോ. ഗ്രഹപ്പഴയ്ക്ക് ഇന്ന് ഞാൻ ഈ നൈറ്റ് ഇട്ടു. ഇപ്പോൾ നമുക്ക് 30 മിനിറ്റ് കേട്ടോ, 30 മിനിറ്റ് അത്രയും നേരം ഇരിക്കണം. ഓക്കെ, അപ്പോഴിതാ നമ്മൾ പോളിഷിങ്ങൊക്കെ കഴിഞ്ഞു. ഈ 30 മിനിറ്റ് ഇരിക്കണം കേട്ടോ. 30 മിനിറ്റ് തന്നെ ഞാൻ ഇരുന്നു. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കീഴത്തൊന്നും ഇരിക്കരുത്, അല്ല സാധാ ഇങ്ങനെ വെറുതെ മാറിയിരിക്കണം. ഫാനിൻ്റെ കീഴത്തൊന്നും ഇരിക്കരുത്, വെയിലത്തും ചെന്ന് നിൽക്കരുത്, അല്ലാതെ തന്നെ പതുക്കെ ഇത് ഉണങ്ങണം. 30 മിനിറ്റ് തന്നെ ഇരിക്കണം. നമ്മൾ ബാക്കിയുള്ള പായ്ക്കൊക്കെ നമ്മൾ 15 മിനിറ്റൊക്കെ ആകുമ്പോഴങ്ങ് കഴുകി മാറ്റത്തില്ല. ഇത് 30 മിനിറ്റ് തന്നെ നമ്മൾ ഇരിക്കണം. ഞാൻ 30 മിനിറ്റ് ഇരുന്നു. അപ്പോഴേ അടിപൊളി കിടു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം. എന്നും ചെയ്യേണ്ട, ആഴ്ചയിലും ചെയ്യേണ്ട, 2 ആഴ്ച ഒരിക്കലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമോ ഇങ്ങനെ. അപ്പോഴേ കിടു റിസൾട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തേ നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് സുഖനെ വിളിച്ച് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ നല്ല അടി തരും. അപ്പോഴും നമ്മുടെ കുഞ്ഞു ടിപ്പുകളും സൂത്രപ്പണികളുമായിട്ട് നാളെ നമുക്ക് വരണ്ടായിരുന്നു. അപ്പോഴേ നാളെ നമുക്ക് വരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ഇത് പൂമ്പാറ്റ പോളിഷ് ചെയ്യാൻ വന്നേക്കുന്നു. ഇനി അടുത്തത് അവളുടെ മുഖത്തായിട്ട് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് മറന്നുപോയെന്തോന്ന് ഞാൻ പറയാൻ. അവളങ്ങ് പോയി, വന്ന വഴിക്കങ്ങ് പോയി. ഇവളാണെന്ന് തോന്നി. ഞാനേ ഒരു ഷോർട്ടിൽ ഞാനിങ്ങനെ പൂമ്പാറ്റ പിടിക്കുന്ന ഇട്ടിട്ടുണ്ടല്ലോ, സന്ധ്യയ്ക്ക് വന്നത്. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തതാട്ടോ. ഇവളാണെന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോയ്ക്കകത്തൊക്കെ ഒന്ന് വൈറലാവാൻ വേണ്ടി അവിടെ വന്നത്. അപ്പോഴും ഞാനിങ്ങനെ പിടിച്ചതാട്ടോ. രാത്രിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഉണ്ടോ എനിക്കറിയത്തില്ല. രാത്രി കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ പൂമ്പാറ്റയൊക്കെ വന്നാൽ സന്ധ്യയ്ക്കാണോ പകലോ എപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ചെയ്ത് നോക്കേ. എന്നിട്ട് സുപ്പുവിനെ വിവരമൊക്കെ അറിയിക്കണം കേട്ടോ. സുപ്പു ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും